ഹലോ. എവിടെയെന്നറിയാമോ? ട്രെയിനിനകത്ത് ഇങ്ങോട്ട് പോകണമെന്ന് അറിയാമോ? കാസർഗോഡോട്ട് പോകണം. പെട്ടെന്നായിരുന്നു. ഒന്നും പറയാനോ ഒന്നും അറിയിക്കാനോ പറ്റിയില്ല. എല്ലാം കൂടെ കിട്ടിയതെല്ലാം കൂടെ വഴിപിറക്കി ഇട്ടിട്ടിരിക്കാൻ സ്ഥലം പോലും ഇല്ല. ചാടി കയറി ഇനി കാസർഗോഡ് ചെന്നിട്ടാണ് ബാക്കി കഥാത്രി. ഞങ്ങൾ കാസർഗോഡ് എത്താൻ ഇനി ഒരു മണിക്കൂറിനുള്ളിൽ എത്തും. അതിന് ഒരു മണിക്കൂറിനുള്ളിൽ എത്തും. എന്നെ ഞെട്ടിച്ച സംഭവം എന്തെന്നറിയാമോ? ഇന്നലെ വന്നിട്ട് കുറേ പേര് അടുത്തിരുന്നതും വേറെ സീറ്റിലുള്ളവരെ പോലും ഞങ്ങള് വീഡിയോ കാണാറുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് വീഡിയോ കാണാറുണ്ട്, ഞങ്ങള് വീഡിയോസ് കാണാറുണ്ട്, വീഡിയോസ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം. പിന്നെ അയ്യോ സത്യം പറഞ്ഞാൽ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. പിന്നെ എനിക്ക് നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ യാത്രയിലൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അവരും കാസർഗോഡ് അടുത്തിറങ്ങി ഒന്ന് രണ്ടുപേര് ഇറങ്ങി, ഒരു ബാച്ച് ഇറങ്ങിയില്ലേ, ഇനി ഒരു 5 പേരുണ്ട് ഇനി ഇറങ്ങാൻ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉറക്കത്തിന്റെ കുറിച്ചാണ് ഞാൻ നല്ല രസമായിരുന്നു. അവരുടെ പാട്ട് തൊട്ട് അന്തരീക്ഷ കളിച്ച് പോലീസ് നല്ല രസമുണ്ട്. 10 മണിയാകുമ്പോ എല്ലാം നിർത്തണമെന്നുണ്ട്. നമ്മൾ ഓക്കെ മണി 10 10:30 11 അവരിങ്ങനെ നോക്കിയിട്ടങ്ങ് പോയി. പിന്നെ അവരിവിടെ തിരുവനന്തപുരത്തെ ഒരു എന്തിനു വന്നത്? അവര് പഞ്ചായത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഭയങ്കര സന്തോഷം അവരൊക്കെ കണ്ട്. അല്ല നമ്മളോട് തന്നെ ഞാനിങ്ങനെയൊക്കെ ഞെട്ടി. ഒരു സന്തോഷം. അപ്പൊ ഇതുപോലെ എല്ലാരും കാണാൻ പറ്റട്ടെ. ആ സംഭവം നമ്മൾ ഇടയിൽ കാണിക്കും. ഓക്കെ, കണ്ടിട്ടാ ഒരു ബാക്കി കാഴ്ച നമ്മളെ വെളിയിലുള്ളത് കാണിക്കാം. ഇനി കാസർഗോഡ് വിശേഷങ്ങളാണ് 2 ദിവസം. അപ്പൊ ഞാൻ ഒറ്റ നിങ്ങൾ എല്ലാരും ഓടി കൂട്ടാ കഴിയൂട്ടെ. ഞാൻ അറിഞ്ഞില്ലടേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കാണാത്ത എന്റെ സബ്സ്ക്രൈബേഴ്സ്, എന്റെ ഫാമിലി മെമ്പേഴ്സ്, എനിക്ക് അത്ഭുതമാവുന്നു. ഒരു ഗുഹയ്ക്കകത്ത് കയറി ഇറങ്ങി നിങ്ങൾ കണ്ട. ഇതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്ന് ഈ ഗുഹ കാണുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ ഗുഹയ്ക്ക് കയറി ഇറങ്ങും നമ്മള്. ഓ ഇനി കാസർഗോഡ് വിട്ട് ഇവിടെ അങ്ങോട്ട് പോകുമ്പോ കാസർഗോഡ് എത്തി. കൈ നിറയെ പെട്ടികളും കുട്ടികളുമായി ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. എങ്ങനെയാലും വീട്ടിൽ പോയത് ഫ്രഷ് ആയ മതിയാണ്. കൊട്ടുന്നില്ലേ? എണീറ്റില്ലേ? അങ്ങനെ കാസർഗോഡ് അടുക്കള കയ്യേറി. രാവിലെ ഇഡ്ഡലി സാമ്പാർ, അത് വീഡിയോ സ്പെഷ്യൽ. ഉമ്മച്ചി എനിക്ക് വിട്ടു തന്നു അടുക്കള. ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക്. കുഞ്ഞുമണി ഹായ് പറ, ഹായ് പറ, ഹായ് ഹായ് പറ, ഹായ് ഹായ് പറ. മുത്തരി ചാനൽ ഹായ് പറ, ഹായ് പറ, ഹായ് മുത്തരി ഹായ് പറ. അപ്പൊ ഞങ്ങള് നല്ല സേഫ് ആയിട്ട് അടിപൊളിയായിട്ട് കാസർഗോഡ് എത്തി. നല്ല കാലാവസ്ഥ. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ഓക്കെ.